ഫേസ്ബുക്കിൽ ഒരു ഫോൺ കാൾ ആഡ് അഥവാ ലീഡ് ആഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്യുക. ആഡ്സ് മാനേജറിൽ വന്ന ശേഷം ക്രിയേറ്റ് കൊടുത്തുകൊണ്ട് ഒരു പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഒരുപാട് ഒബ്ജക്റ്റീവ് ഉണ്ട്. നമുക്ക് കാളിന് വേണ്ടത് ലീഡ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാളം നിങ്ങൾക്ക് കാണാം. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്ത് മാനുവൽ ലീഡ് ക്യാമ്പയിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഈ ക്യാമ്പയിൻ ഒരു പേര് കൊടുക്കണം. ഞാനിപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആണ് പേരായിട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് പേര് കൊടുക്കാം. താഴോട്ട് വന്ന ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ആഡിൻ്റെ അടുത്ത ഭാഗം, ആഡ് സെറ്റ് എന്ന് പറയും. ആഡ് സെറ്റിനും നമുക്കൊരു പേര് കൊടുക്കണം. ഞാൻ അതും ഇന്നത്തെ ഡേറ്റ് ആണ് പേരായിട്ട് കൊടുക്കുന്നത്. അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ആഡിൻ്റെ ഒബ്ജക്റ്റീവ്. അവിടെ നമുക്ക് വേണ്ടത് കാളാണ്. അവിടെ കാള് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് പേജിലാണ് ഈ ആഡ് കാണിക്കേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ ഏത് പേജാണെന്ന് വെച്ചാൽ അത് ഡ്രോപ്പ് ഡൗണിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഡെയിലി ബഡ്ജറ്റാണ്. ഒരു ദിവസം നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ആഡ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ എമൗണ്ട് അവിടെ അടിച്ചു കൊടുക്കാം. സ്റ്റാർട്ട് ഡേറ്റ്, ആഡ് എന്നാണ് റൺ ചെയ്ത് തുടങ്ങേണ്ടത് എന്നാണ് അവിടെ ചോദിച്ചേക്കുന്നത്. അപ്പം ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. ഈ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ റൺ ചെയ്ത് തുടങ്ങിക്കോളും. ഇവിടെ നമുക്ക് ഈ ആഡ് എവിടെയൊക്കെയാണ് കാണിക്കേണ്ടത് എന്നാണ്, സ്ഥലങ്ങളാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ കേരളയാണ് കൊടുക്കുന്നത്. കേരളത്തിൽ മാത്രം എനിക്ക് ആഡ് കാണിച്ചാൽ മതി. ഈ ഇൻക്ലൂഡ് എന്നുള്ളത് മാറ്റി എക്സ്ക്ലൂഡ് ആക്കി അവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ എനിക്ക് കൊല്ലത്ത് ഈ ആഡ് കാണിക്കണ്ട, ബാക്കിയുള്ള ജില്ലകളിൽ കാണിച്ചാൽ മതി. അപ്പൊ അവിടെ എക്സ്ക്ലൂഡിൽ കൊല്ലം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലത്ത് മാത്രം ഈ ആഡ് ഡിസ്പ്ലേ ചെയ്യില്ല, ബാക്കിയുള്ളിടത്ത് മാത്രമേ കാണിക്കൂ. പിന്നെ വരുന്നത് ഏജ് ആണ്. നമുക്ക് ഏത് പ്രായക്കാരിലോട്ടാണ് ഈ ആഡ് എത്തേണ്ടതെന്നാണ് അവിടെ ചോദിച്ചേക്കുന്നത്. ഇവിടെ ഏജ് ലിമിറ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര തൊട്ട് ഇത്ര വരെ ഏജിലുള്ള ആൾക്കാർ ഈ ആഡ് കണ്ടാൽ മതി എന്നാണെങ്കിൽ നമുക്ക് ഇപ്പോൾ 20 ഞാൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്ര ഏജിലുള്ള ആൾക്കാർ മാത്രമേ ഈ ആഡ് കാണും നിലവിൽ. പിന്നെ വരുന്നത് ജെൻഡറാണ്. മെന്നാണോ വുമൺ ആണോ, അതേ രണ്ട് പേർക്കും ഈ ആഡ് കാണിക്കാമോ എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. ഞാൻ ഇപ്പം മെൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെയാണ് നമ്മൾ ആഡിൻ്റെ പോസ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സ്പേസ്. ഇവിടെ നമുക്ക് അപ്ലോഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് പോസ്റ്ററാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കും. ഞാനിപ്പം ഓൾറെഡി ഒരു പോസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പോസ്റ്റർ കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പോസ്റ്റർ അപ്ലോഡ് ചെയ്ത ശേഷം ആഡിൻ്റെ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാം ആഡ് എങ്ങനെയാണ് ഡിസ്പ്ലേ ആവുന്നതാണ്. ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാം. ആദ്യം ഹെഡ്ലൈൻ കൊടുക്കാം. അപ്പം ഹെഡ്ലൈൻ നമ്മളിവിടെ കൊടുക്കുമ്പോൾ തന്നെ അപ്പുറത്ത് അത് എങ്ങനെയാണ് ഡിസ്പ്ലേ ആവുന്നതെന്നുള്ളത് അവിടെ തെളിഞ്ഞു വരും. അപ്പം നമുക്ക് അതിൽ നോക്കിക്കൊണ്ട് ഒരു ഐഡിയ കിട്ടും. ഇനി കൊടുക്കാനുള്ളത് ഫോൺ നമ്പറാണ്. ഈ ഫോണിലോട്ടായിരിക്കും ഈ ആഡ് കാണുന്ന ആളുകൾ ക്ലിക്ക് ചെയ്ത് കാൾ ചെയ്യുന്നത്. അപ്പോൾ ഫോൺ നമ്പർ കൊടുക്കാനായിട്ട് താഴോട്ട് വന്ന ശേഷം അവിടെ നമുക്ക് കാണാം. ഇവിടെ ആദ്യം കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കണം. കൺട്രി കോഡ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൺട്രി കോഡ് അവിടെ കിട്ടും. എന്നിട്ട് ഫോൺ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ആഡിൻ്റെ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. ഇനി താഴോട്ട് വന്ന ശേഷം ആടെല്ലാം ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പബ്ലിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആഡിൻ്റെ ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഫണ്ട് ഇട്ടാൽ മാത്രമേ ആഡ് റണ്ണായി തുടങ്ങൂ. അപ്പോൾ അതിനായിട്ട് ഫണ്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ എത്രയാണോ ഡെയിലി ബഡ്ജറ്റിൽ ഇട്ടത്, ഇപ്പം 300 ആണെന്ന് ഇട്ടതെന്നുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് അത് 600 ആകും. നിങ്ങൾ 2 ദിവസത്തേക്കാണ് ആഡ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 600 രൂപ നിങ്ങൾ ഫണ്ടായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സ് വന്നതിന് ശേഷം
ആഡ് ഫണ്ട് എന്നല്ലേ ക്ലിക്ക് ചെയ്തിട്ട് എത്ര രൂപയാണോ നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് അവിടെ അടിച്ചു കൊടുത്തിട്ട് ഗൂഗിൾ പേ വഴിയോ കാർഡ് വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്.